നാടിനെ ശുചിയായി കാക്കുന്നതിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഹരിതകർമ്മ സേനയിലെ വനിതകൾക്ക് സഹായമായി ഓരോ പഞ്ചായത്തിലും പുരുഷന്മാരുണ്ടാകും. എന്നാൽ ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയെ വ്യത്യസ്തമാക്കുന്നത് പൂർണ്ണമായും വനിതകളാണ് എന്നതാണ്. ഇത് സോണി ഹരിതകർമ്മസേനയിലെ വനിതാ ഡ്രൈവറാണ്. ഇടുക്കി ജില്ലയിൽ ഹരിതകർമ്മസേനയിലെ ഏക വനിതാ ഡ്രൈവറും സോണിയാണ്. ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന രൂപീകരിച്ചതു മുതൽ സോണിയാണ് ഡ്രൈവർ. 28 അംഗങ്ങളാണ് ഹരിതകർമ്മസേനയിൽ പഞ്ചായത്തിലുള്ളത്. 17 വാർഡുകളിലും ദിവസവും ഇവരുടെ സേവനമെത്തും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ജോലികൾ അവസാനിക്കുന്നത് 5:30 കൂടിയാണ്. കൂടുതൽ വനിതകൾ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നാണ് സോണി പറയുന്നത്. ഇവിടെ ഇങ്ങനെ വന്നപ്പം ഇങ്ങനെ ആളെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ചുമ്മാ അപേക്ഷ വെച്ചതാ, കിട്ടി. എല്ലാവരും ഈ മേഖലയിലേക്ക് കൂടുതലായിട്ട് കടന്നു വരണം. എല്ലാവരും പുറകോട്ട് നിൽക്കുന്ന ഒരു മേഖലയാണിത്. ഇവരുടെ ഒക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നാളെ ഇതിനകത്തൊക്കെ നിൽക്കാൻ പറ്റിയത്. ആദ്യമൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ സപ്പോർട്ട് കാരണം ഞാൻ ഇത്രയും വരെ എത്തി. ഡ്രൈവർ വനിതയായതിനാൽ തന്നെ കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടെന്നാണ് സേനാ അംഗങ്ങളും പറയുന്നത്. രാത്രി വൈകിയൊക്കെ ജോലി ചെയ്യുമ്പോൾ വീട്ടിൽ പോകുവാനും മറ്റും ഇത് ഉപകരിക്കുന്നതായി ഇവർ പറയുന്നു. ഒരു വനിതാ ഡ്രൈവർ ആയതുകൊണ്ട് ഒരു ഹരിതകർമ്മ സേനാംഗം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടാണ്. അത് നേരം പോയാലും ലോഡ് എടുക്കുന്ന സമയത്താണെങ്കിലും ഇറക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജോലിക്കും ഒരു വനിത ആയതുകൊണ്ട് വരാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം താമസിച്ചു പോയി അല്ലെങ്കിൽ ഏത് സമയത്ത് വിളിച്ചാലും വരികയും ചെയ്യും. അല്ലാണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ടാണ്. ഞങ്ങൾ ഈ ലോഡ് കയറ്റാനും ഇറക്കാനും എല്ലാം ഞങ്ങളുടെ ഹരിതകർമ്മസേന എല്ലാ അംഗങ്ങളും എല്ലാത്തിനും സഹകരിക്കും. ഞങ്ങളുടെ ഡ്രൈവറും ഞങ്ങളുടെ കൂടെ ലോഡ് എടുക്കാനും കയറ്റാനും എല്ലാം കൂടും. ഒരു പുരുഷൻ ചെയ്യുന്നതിൽ ഇരട്ടിയായിട്ട് ഞങ്ങളുടെ വനിതാ ഡ്രൈവർ ഞങ്ങളോട് എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഫീസ് നൽകുവാൻ നാട്ടുകാർ വിസമ്മതിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇവരുടെ സൗമ്യമായ ഇടപെടലുകൾ മൂലം ആദ്യത്തെ എതിർപ്പുകളൊക്കെ മാറി നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ ആൾക്കാരെ ഇവരുമായിട്ട് സഹകരിക്കുകയും അവർക്ക് ഇപ്പം ബോധ്യമായി ഈ വലിച്ചെറിയൽ മുക്ത കേരളം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ പറമ്പുകളിലേക്ക് ഈ പ്ലാസ്റ്റിക്കും മറ്റുള്ള മാലിന്യങ്ങളും വലിച്ചെറിയുമ്പോൾ അവിടെ വെള്ളം താഴുകയില്ല എന്നുള്ള പരമമായ സത്യം അവർ ഇപ്പോൾ മനസ്സിലാക്കി ഇരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരുമായിട്ട് ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഓരോ മാസവും ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ക്ലീൻ കേരളയ്ക്ക് പഞ്ചായത്തിൽ നിന്നും നൽകുന്നത്. മാർച്ച് 31-നുള്ളിൽ തന്നെ മാലിന്യരഹിത പഞ്ചായത്തായി കരുണാപുരത്തെ പ്രഖ്യാപിക്കുവാനൊരുങ്ങുകയാണ് ഭരണസമിതി. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.